ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഈ സമയം ഓർക്കുന്നുണ്ടോ? അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള അവരുടെ അടുത്തുള്ള അവർക്ക് നിങ്ങളോടുള്ള ചിന്തകൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നണ ഒരു പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫസ്റ്റ് പൈല്, ഇതാണ് സെക്കൻഡ് പൈല്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ചു വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈല് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആകുന്ന ഒരു പൈൽ സെലക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതിനനുസരിച്ചായിരിക്കും ഈ ഒരു റീഡിങ് പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ, ഒന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ഓർക്കുന്നത്, അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം, കാര്യങ്ങൾ, അങ്ങനത്തുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അതേമാതിരി നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഒന്നാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈലാണ് ഒന്നാമത്തെ പൈൽ. ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ വ്യക്തി ആരാണോ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, നിങ്ങളുടെ റിലേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ആരുമായിരിക്കാം, ആ ഒരു വ്യക്തിയെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് നോക്കാനുള്ളത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ വ്യക്തി. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതിൽ കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ 1ഉം 2ഉം ആൾക്കാർ മാത്രമല്ല, കുറച്ചധികം ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, വന്നവരും പോയവരും ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കണ്ണേറ്, കമ്പയർ, ദൃഷ്ടിദോഷം, അതുപോലെ തന്നെ പഴയ കർമാസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൻ്റെ ബേസ് വെച്ചിട്ടുള്ള കുറേയധികം കർമാസിൻ്റെ ഫലമായിട്ട് വരുന്നതായിരിക്കാം. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ കർമാസുകൾ, ഡിവോഴ്സ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ കർമാസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു കാർമിക് പാർട്ട്ണറായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാർമിക് പാർട്ട്ണറായിട്ട് വരുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരു ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് ജേണി എന്ന് പറഞ്ഞുകൊണ്ട് നിന്നതിന് ശേഷം കർമ്മ ജനറേറ്റഡായി മാറുന്നൊരു തരം റിലേഷൻഷിപ്പ്. ഓൾമോസ്റ്റ് നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിൽ വന്ന് പെടാൻ വേണ്ടിയിട്ട് ഏതൊരു വ്യക്തി അല്ലെങ്കിൽ ഏതോ ഒരാളിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ റിലേഷൻഷിപ്പിലുണ്ട്. നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്ന, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ഒരു വഴി തെളിച്ചു പോകുന്നു, നിങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നു. ആ വ്യക്തി കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നു. ആ വ്യക്തി നിങ്ങളെ കുറേയധികം പ്രശ്നങ്ങൾ, ആ വ്യക്തിയുടെ ഗൈഡൻസിലാണ് ഇപ്പോൾ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മേ ബി എനിക്ക് തോന്നുന്നു ആ വ്യക്തിയുടെ ഒരു ലൂപ്പിൽ പെട്ടുപോയൊരവസ്ഥ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ചിന്താഗതികളിലും അല്ലെങ്കിൽ ആ വ്യക്തിയോളം നിങ്ങൾ ആ വ്യക്തിയിൽ അടിമപ്പെട്ടു പോയ ഒരു തരം സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടവർ എനർജി കാണുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബട്ട്
ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേയധികം ഇഷ്യൂസുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കരിയർ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. ഈ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം, കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈവൻ സ്പിരിച്വൽ എക്സ്പീരിയൻസ് വരെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് തന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. സ്പിരിച്വൽ എക്സ്പീരിയൻസ് വരെ. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സ് ഇങ്ങനെ ഒരു പണി തന്നുകൊണ്ടിരിക്കും. ഓരോ ഇഷ്യൂസുകൾ, ഓരോ പ്രശ്നങ്ങൾ. ബട്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകാനും പറ്റുന്നില്ല. ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ഇഷ്യൂ പോലും വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അത് നിങ്ങളായിട്ടുണ്ടാക്കുന്ന ഇഷ്യൂ അല്ലായിരിക്കാം. അത് എവിടെന്നെങ്കിലും ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും പേര് പറഞ്ഞുണ്ടാവുന്ന റിലേഷൻഷിപ്പായിരിക്കാം. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ പറഞ്ഞ് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പായിരിക്കാം. ഈ റിലേഷൻഷിപ്പിന് ലോങ് ആയിട്ടുള്ളൊരു ജേണി ഉണ്ട്. ഇത് പെട്ടെന്ന് അങ്ങനെ മറന്നു കളയാൻ പറ്റുന്ന റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നത്. കർമ്മകളുടെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് കിട്ടാണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. അതായിട്ടാണ് കാണാൻ പറ്റുന്ന. റിലേഷൻഷിപ്പെ സംബന്ധിച്ച് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ അതാണ് കാണാൻ പറ്റുന്നത്. ടവർ എനർജി വന്നുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും നോക്കാണ്ട് നമുക്ക് പറയാൻ പറ്റും, ഇതിന് കുറേ കാലത്തെ കണക്കും കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിന്. നിങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരും മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഈ റിലേഷൻഷിപ്പിലല്ല പ്രശ്നം വരുന്നത്, ഈ പ്രണയത്തിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കുറച്ച് ഇഷ്യൂസും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മാറി നിൽക്കാൻ പറ്റും. ബട്ട് പ്രണയത്തിൽ പ്രശ്നം വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ പ്രണയമാണ് നിങ്ങൾക്ക് പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നത്. ആ ഒരു പ്രണയം ഐ തിങ്ക് എനിക്ക് തോന്നണം നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു സാധനം നിങ്ങൾക്ക് മുന്നേ കിട്ടില്ല, ഇപ്പോൾ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന സാധനം മുന്നേ കിട്ടുന്നില്ല. അങ്ങനത്തെ എന്തോ ഒരു കണക്കിൻ്റെ ഒരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ട് ഉള്ളൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് എന്താ പറയുക, കുട്ടികളെയൊക്കെ കണ്ട് അന്തസ്സായിട്ട് ജീവിക്കണം, നല്ലൊരു ജീവിതം, നല്ലൊരു വഴി മുന്നോട്ട് തെളിയിക്കണം, കരിയർ വൈസ് ആയാലും അതുപോലെ തന്നെ എല്ലാ രീതിയിലും മുന്നോട്ട് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട്. ബട്ട് നിങ്ങൾ രണ്ട് ഗണത്തിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ചേർച്ച എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. കാരണം രണ്ടുപേർക്കും ടെലിപ്പതി കണക്ഷൻ, രണ്ടുപേർക്കും ഇമോഷണലി നല്ല രീതിയിലുള്ള കണക്ഷൻ ആവുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് മേ ബി ഈ വ്യക്തിനെ ഭയങ്കര ഇഷ്ടമായിരിക്കാം. ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതിനും ഒരു പടി മേളിൽ മേ ബി നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമായിരിക്കാം. നിങ്ങൾക്കായിരിക്കാം ആഗ്രഹം ഈ വ്യക്തിയുമായിട്ടൊരു കുടുംബജീവിതം നയിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കുറേയധികം ആഗ്രഹങ്ങളുണ്ട്. ഒരു വൺ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയെ, എന്തൊക്കെയോ കാരണം കൊണ്ട് ഇഷ്ടപ്പെടാത്ത വ്യക്തിയെ അതിനുശേഷം കർമ്മ ജനറേറ്റഡ് ആയിട്ട് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും അത് നിങ്ങൾ ഈ വ്യക്തിയുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഈ വ്യക്തി മാത്രം മതി എന്ന് മനസ്സിലാക്കി നിൽക്കുന്നൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണുന്നത്. അത് നിങ്ങൾക്ക് എത്രയോ കാലം, എത്രയോ വർഷം നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ജീവിക്കണം. ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തിയുടെ നിങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഇഷ്യൂസും ഒരു ലൂപ്പ്, ഫാമിലി ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം ഉള്ളതായിട്ടാണ് കാണാൻ പറ്റണം. എന്തൊക്കെയോ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാറാമെന്നുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത്. ബട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ജസ്റ്റിസിന് വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിലും കുറേയധികം പെയിൻ ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങൾ കാരണം കുറേയധികം പ്രശ്നങ്ങൾ, നിങ്ങൾ കാരണം കുറേയധികം വിഷമിച്ച സിറ്റുവേഷൻസ്, നിങ്ങൾ കാരണം നിങ്ങൾ അറിയാണ്ട് ചെയ്തായിരിക്കും, നിങ്ങളുടെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾ ചെയ്തു പോയ കുറേയധികം കാര്യങ്ങളായിരിക്കാം. ബട്ട് ഇതൊരു കോംപ്രമൈസ് സിറ്റുവേഷനിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വാശിയാണ്. നിങ്ങളുടെ അടുത്തോട്ട് ഇപ്പോഴൊന്നും വരാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും എന്തോ ഒരു ട്രോമ നിങ്ങൾ വഴി ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വഴി ആ വ്യക്തിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നിന്ന സമയത്ത് ആ വ്യക്തി ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കർമ്മ ജനറേറ്റഡ് ആയിട്ട് എന്തൊക്കെയൊരു സിറ്റുവേഷൻസ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. ബട്ട് അത് ആ വ്യക്തി ഒരു ഇമോഷണലി എടുത്തത് കൊണ്ടായിരിക്കാം, ആ വ്യക്തിയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് പറ്റുന്നത്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരും പൊരുതി ജയിക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത്. രണ്ടുപേരുടെയും ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങളും കുറേയധികം ഈ റിലേഷൻഷിപ്പിൽ കുറേയധികം ടാറോ കാർഡ് റീഡേഴ്സും കുറേയധികം ആൾക്കാരും ഇൻഫ്ലുവൻസ് നല്ല രീതിക്ക് ചെലുത്തിയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്നിട്ടും ടോട്ടലി ബ്ലൈൻഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ഇതെന്താണ് സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും വല്ല കണ്ണേറോ ദൃഷ്ടിദോഷമോ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡൗൺ സിറ്റുവേഷനിലാണ് അങ്ങനെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു വിഷം കുത്തി വെക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകും. അതായത്
കണ്ണേറ് ദൃഷ്ടിദോഷം എന്ന് പറയുന്ന സാധനത്തിന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ളൊരു സാധനമാണ്. ഞാൻ അതിന് ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നൊരു സാധനമാണ്. അത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ആ വിഷം ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് മാക്സിമം നല്ല ടൈം എടുക്കും. അപ്പം അതാണോ എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. മാക്സിമം അതുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. പിന്നെ വല്ല കൈവശമോ അങ്ങനത്തുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഉള്ളതാവാൻ ചാൻസ് ഉണ്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. ഫാമിലി റിലേറ്റീവ്സൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. ഫാമിലി അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഉണ്ട്. ഓക്കെ, അപ്പം റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് ടിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അത് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് നിങ്ങളത് ഒഴിവാക്കിയുള്ളൂ. അത് നിങ്ങളുടെ കർമാസ്, നിങ്ങൾ പാസ്റ്റ് ലൈഫിലുള്ളതും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ രണ്ടുപേരും ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് ഒരു പ്രണയം, നിങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പിരിച്വൽ ജേണി തരാൻ വേണ്ടിയിട്ട് വന്നൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. അത് നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങളുടെ കഴിവ് എന്താണെന്നും നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സൈക്കിക് അറ്റാക്കുകളാണ്. അയ്യോ, എപ്പോൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് മെൻ്റലി നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. പണ്ടത്തെ കണക്ക് പ്രണയമോ കാര്യങ്ങളൊന്നും ഈ സമയത്തില്ല. എപ്പോഴും ഭയങ്കരമായിട്ടുള്ള വിഷമം, എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി ആയിട്ടുള്ള സിറ്റുവേഷനും എപ്പോഴും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രം വരുന്ന റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്നിട്ടും അതിൻ്റെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ഓട്ടിച്ചുകൊണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ കയ്യിലോട്ട് പെട്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗം ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ബട്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ മണ്ടന്മാരല്ല, അങ്ങനെ ആ ഒരു രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. മനസ്സിലുണ്ടായി. ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേഷൻഷിപ്പ് ഒഴിവാക്കി കളയാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യക്തി താനും നിങ്ങളെടുത്തോട്ട് റിട്ടേൺ തിരിച്ചു വരും. അതാണ് മൂവ് ഓണിൻ്റെ എനർജി. മൂവ് ഓണിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില മനസ്സിലാവുള്ളൂ. നമ്മൾ ആ സാധനം വിട്ട് കളയുന്ന സമയത്ത് നമ്മളടുത്തോട്ട് അത് തിരിച്ചു വരും. നമ്മൾ ആ സാധനത്തിനെ സ്നേഹിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മളതിൽ ഒന്നും വരത്തില്ല. നമ്മൾ ആ സാധനം എന്ന് വിടുന്നു ആ സമയം തൊട്ട് നമ്മളെ കയ്യിലാണ് ആ സാധനം. അത് യൂണിവേഴ്സൽ എനർജിയാണ്. നമ്മൾ എന്താണ് ഒരു ദിവസം നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുന്നത് അന്ന് തൊട്ട് അത് നമ്മളെ സ്വന്തമാണ്. നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുന്ന സാധനം നമ്മളെ തേടി വരും. അതാണ് ഈ യൂണിവേഴ്സലിൻ്റെ പവർ. കാരണം നമ്മളിലോട്ട് ഒതുങ്ങും ആ സമയം തൊട്ട്. നമ്മളെ കാര്യം നോക്കി പോകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളെ തേടി വരും ആ സാധനം. അതെന്ത് തന്നെയായാലും അത് നമ്മളെ തേടി വരും. നമ്മളത് മറക്കുന്ന സമയത്ത്, അത് നിങ്ങളിപ്പോൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങളൊരു സാധനം പണ്ട് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ അത് മറക്കുന്ന സമയത്തായിരിക്കും ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങളെ കയ്യിൽ വരും. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കും ഈ ഒരു ടൈമിൽ കിട്ടിയിട്ട് എന്ത് ചെയ്യണം. നിങ്ങൾക്ക് ആ ടൈമിൽ കിട്ടുമ്പോഴാണ് അതുകൊണ്ട് യൂസ് ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സാധനം നിങ്ങളതിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് യൂണിവേഴ്സൽ തരുന്നൊരു ഗൈഡൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സലിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ജെനുവിൻ ആയിട്ടുള്ള വ്യക്തിയാണ്, നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്, പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവാൻ പറ്റുന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തുള്ള പവറൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങളടുത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫുള്ളാക്കാൻ നോക്കും. നിങ്ങളെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് 1, 2, 3, ഒരു 10 ദിവസം നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റും. ബട്ട് കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ സ്ട്രോങ് അല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനിപ്പുലേഷൻ തുടങ്ങും. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് സ്ട്രോങ് അല്ലേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളായിട്ട് തന്നെ നിന്നാൽ മതി. ഓക്കെ, റിലേഷൻഷിപ്പിലായിട്ടും എന്തായാലും നിങ്ങളായിട്ട് തന്നെ നിന്നാൽ മതി. പിന്നെ അവിടെ കയറി ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സോൾ നിങ്ങളെ കൺട്രോളാവും. നിങ്ങളെ കൺട്രോളല്ല, നിങ്ങളെ കൺട്രോളാക്കും സോള്. അപ്പം ഈ റിലേഷൻഷിപ്പിനെ പറ്റി ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ബ്ലൈൻഡഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ നിർത്തിയേക്കുന്നത്. ഇതിൽ കുറേയധികം ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് സ്ട്രെങ്ത് ഉണ്ടോ എന്ന് വെച്ചാൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വന്നിരിക്കുന്നത് പ്രണയത്തിലാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് അതൊരു പ്രണയത്തിലോട്ട് മാറി. ആ പ്രണയത്തിന് കളങ്കം വരാണ്ടിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. അതായിരുന്നു ചെയ്യേണ്ടത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിപ്പോയി കഴിഞ്ഞാലും അത് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും, അത് ഫ്യൂച്ചറിൽ മാറിക്കോളും. പ്രണയത്തിന് കളങ്കം പറ്റാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പറ്റുമ്പോഴത്തേക്കും സോ മെനി പ്രശ്നങ്ങൾ, സോ മെനി പ്രോബ്ലംസ് യൂണിവേഴ്സിറ്റിയായിട്ട് കണക്ട് ചെയ്യും. ഇമോഷണലി സീനാവും. കർമ്മ ജനറേറ്റഡ് ആവുന്ന പറഞ്ഞാൽ എനർജി ബേസിലുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ബട്ട് അതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സൻ്റായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ റീഡിങ്ങിലോട്ട് പോകാം. അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. അതായത് ഈ ഒരു പൈലാണ് സെക്കൻഡ് പൈൽ. അപ്പം ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ഇത് സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് നമുക്ക് നോക്കാം. സെക്കൻഡ് പൈൽ, ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ടോ, എന്താണ് സംഭവം,
ഓക്കെ. സെക്കൻഡ് പൈൽ കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് പൈൽ എന്ന് പറയുന്ന സമയത്ത് നമ്മളോട് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എബൌട്ട് കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ്. ഒരാൾ കൊടുക്കുന്നു, ഒരാൾ വാങ്ങുന്നു, ആ സീനാണ്. കൊടുത്തുകൊണ്ടേയിരിക്കുന്നവൻ കൊടുത്തുകൊണ്ടേയിരിക്കും, വാങ്ങിക്കൊണ്ടേയിരിക്കുന്നവൻ വാങ്ങിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അതൊരു ജനറേറ്റഡ് ആയിട്ടുള്ള കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഈ കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പെയിനാണ് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ നിന്നും. ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ലോസ് ആയിട്ടുള്ളൊരു എനർജി നിങ്ങൾ മേടിച്ചെടുത്തുകൊണ്ടിരിക്കുക. കർമ്മ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് എനർജി തന്നുകൊണ്ടിരിക്കുക, നിങ്ങളുടെ വാങ്ങുന്ന കൈ പോലും വിറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. റിലേഷൻഷിപ്പിൻ്റെ എബൌട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പിടിച്ച് മേടിച്ചുകൊണ്ടിരിക്കുന്നത് കർമാസും പ്രോബ്ലംസും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസുമാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര നെഗറ്റീവ്, നിങ്ങൾക്ക് ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡെത്ത് ഫീലിംഗ്, ഒരു ഡെവിൾ എനർജി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ലോസ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇതിൻ്റെ ഇടയിൽ സംതിങ് ബെറ്റർ അല്ലെങ്കിൽ സംതിങ് ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ്, തേർഡ് പാർട്ടീസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇവിടെ കാണുന്നുണ്ട്. ഡിവൈൻ ഈ റിലേഷൻഷിപ്പിനെ എന്തുകൊണ്ട് ഇത്രയും അധികം ദ്രോഹിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ളൊരു കളിയാണ്. എല്ലാം നിർത്തി തിരിച്ച് റിട്ടേൺ നിങ്ങളുടെ ലൈഫ് നോക്കി പോകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇത് കറങ്ങി പിന്നെയും ഒരു ലൂപ്പ് കണക്ക് പോകുന്നത്. ഇതേ കണക്കത്തെ വ്യക്തികളെ തന്നെയാണ് നിങ്ങൾ പിന്നെയും അട്രാക്ട് ചെയ്യുന്നത്. ഇതേ കണക്കത്തെ ആൾക്കാരെ തന്നെയാണ് പിന്നെയും അട്രാക്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കരിയർ, നല്ല കരിയറുള്ള, നല്ല ഫിനാൻഷ്യലി ഓക്കെ ആയിട്ടുള്ള പഠനം, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ പല സിറ്റുവേഷൻസും നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജാതകപ്രകാരം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പോകേണ്ട സിറ്റുവേഷൻസും പോകേണ്ട ആൾക്കാരും ഇവിടെ കാണേണ്ട സിറ്റുവേഷൻ അല്ലെങ്കിൽ എത്തിപ്പെടേണ്ട കുറേ സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. വിദേശത്തൊക്കെ എത്തിപ്പെടുന്നുണ്ട്, പണം ഉണ്ടാക്കുന്നുണ്ട്, ഫിനാൻഷ്യലി ഓക്കെ ആവുന്നുണ്ട്. ഫാമിലി സംബന്ധിച്ച് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടേണ്ട, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കുറേയധികം ബ്ലെസ്സിങ്സോ കാര്യങ്ങളൊന്നും ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങളുടെ തൊട്ട് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. കാരണം ആ ഒരു എനർജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ ലൈഫിൽ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവുന്നുള്ളൂ. ഈ റിലേഷൻഷിപ്പ് മുന്നേ ഉണ്ടായിരുന്ന സമയത്ത്, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതേ കണക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നില്ല. ഭയങ്കര ലൗഡായിരുന്നു, ഭയങ്കര അഹങ്കാരം, അഹംഭാവം, അതായത് പല രീതിക്കും പല ആൾക്കാരടുത്തും ഇത് കാണിച്ചു കൂട്ടിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരും കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ആദ്യം ടൈമിൽ മേ ബി ലുക്സ് ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഭയങ്കര ലൗഡായിട്ട് ആൾക്കാരെല്ലാവരും കൊതിക്കുന്ന, ആൾക്കാരെല്ലാവരും ഇഷ്ടപ്പെടുന്ന റിലേഷൻഷിപ്പായിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. ബട്ട് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളൊരു വൻ പൊസിഷനിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫാണ് ഇവിടെ തകർന്ന തരിപ്പണമായി നിൽക്കുന്നത്. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല. നിങ്ങൾ പിന്നെയും ചതിക്കുഴിയിലോട്ടാണോ പോകുന്നത്? നിങ്ങൾക്ക് വരുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നതിനേക്കാളും നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നിങ്ങളെ ഭയങ്കരമായിട്ടും ലോസ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. ഒരു ടിൻ ഫ്ലെയിം ജേണി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരം ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻ എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. ഇതിനൊരു ബോണ്ട്, ഇതിനൊരു ഒരു ഒരു എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിനൊരു കണക്ഷനുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പിനൊരു ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ഉള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. ബട്ട് ഈ റിലേഷൻഷിപ്പ് യൂണിവേഴ്സലായിട്ട് വിചാരിച്ച് അവരുടെ കൺട്രോളിലാക്കിയ റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരൊക്കെയോ ഈ റിലേഷൻഷിപ്പിൽ ഇടപെടുന്നുണ്ട്, മറ്റെന്തൊക്കെയോ സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ഇടപെടുന്നുണ്ട്, എന്തിൻ്റെയൊക്കെയോ ഒരു
പീക്ക് പോയിൻ്റ് ഈ റിലേഷൻഷിപ്പിൽ വരണം എന്നാഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ജേർണി, നിങ്ങൾക്ക് അത്രയും എനർജി ഇല്ല. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അത്രയും എനർജി ഇല്ല. ഭയങ്കര സൈക്കിക് എനർജി കുറവാണ്, അതുപോലെ തന്നെ സ്പിരിച്വൽ എനർജി കുറവാണ്. നിങ്ങളുടെ ലോ ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ പോകുന്ന റിലേഷൻഷിപ്പാണ്. അത്രത്തോളം അടിച്ചമർത്തി, അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള പാനിക്കായിട്ടുള്ള, രാവിലെ എണീക്കുമ്പോൾ തന്നെ ടെൻഷൻസ്, അതുപോലെ തന്നെ എരിഞ്ഞെരിഞ്ഞ് തീർത്ത് കാർമിക്ക് തീർക്കുക, എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ആ വ്യക്തി നിങ്ങൾക്കിത് ഒരു ലൂപ്പായതുകൊണ്ട് തന്നെ തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളത് എൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇത് തന്നെ റിട്ടേൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയമാകുമ്പോൾ ആ ടെംപ്റ്റേഷൻ വരും, അത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു എൻജോയ്മെൻറ്റായിട്ട് നിങ്ങളെ സോൾ രണ്ടും എടുക്കുന്നു. നിങ്ങൾ ഭയങ്കരമായിട്ടും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുന്നില്ല, മുന്നോട്ട് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട്, ഈ മാനിപ്പുലേഷൻ തന്നെ നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മെൻ്റലി ഒരു ഓപ്പർച്യൂണിറ്റി, മെൻ്റലി ഒരു സ്റ്റെബിലിറ്റി ഇല്ല. നിങ്ങൾ ആ വ്യക്തിയിൽ അടിമപ്പെട്ട് നിൽക്കുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എനിക്കിവിടെ തോന്നുന്നത്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ചിന്തകളും ഒക്കെ ആ വ്യക്തി കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അത്രത്തോളം പ്രശ്നങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ഇവിടെ നടക്കുന്നത്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് മെയിൻലി ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും, അയാളെ സംബന്ധിച്ച് അയാൾക്ക് നല്ല പൊസിഷനുണ്ട്, അയാൾക്ക് നല്ല വാല്യുബിളായിട്ടുള്ള ടൈമുണ്ട്, അയാൾക്ക് നല്ല സിറ്റിംഗ് പൊസിഷനുണ്ട്. നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ നിന്ന് നല്ലൊരാളായിട്ട് മാറി നിങ്ങൾക്കാണ് ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത്. നിങ്ങൾക്കാണ് ഇവിടെ ഒരു ഉയർച്ച ഉണ്ടാവാണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും ബ്ലോക്കേജുകളാണ്. നെഗറ്റീവിനാണോ പോസിറ്റീവിനാണോ ആരെയാണ് നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടത് എന്നറിഞ്ഞിടാത്തൊരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്ന കുറച്ചധികം ആൾക്കാർ ഒരു റിലേഷൻഷിപ്പിൽ, അതായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലൂപ്പ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നതും, അതുമായി ബന്ധപ്പെട്ട എനർജീസാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട സിറ്റുവേഷൻസാണ്. ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരും ആ ഒരു സിറ്റുവേഷൻസുമാണ് നിങ്ങൾ പിന്നെയും ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മെയിൻലി ഇവിടെ ഫോക്കസ് ആവുന്നൊരു കാര്യം എന്തെന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങൾക്കിതൊരു ഓപ്പർച്യൂണിറ്റി മാറ്റാൻ പറ്റും. നിങ്ങൾക്കിതൊരു ഈ കർമ്മ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ പറ്റും. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എന്ത് തന്നാലും നിങ്ങളത് വാങ്ങാണ്ടിരിക്കുക, സ്വീകരിക്കാണ്ടിരിക്കുക. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ എക്സ്ട്രീംലി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് വേണം. അപ്പം ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങൾ എടുക്കുക, നെഗറ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂസിനും പോകാണ്ടിരിക്കുക. നിങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനുണ്ട്, നിങ്ങളുടെ ലൈഫിൽ പണ്ടുണ്ടായ കുറേയധികം ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ റിട്ടേൺ തിരിച്ചിടുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയോ വാശിയുണ്ട്, വാശിയോടെയാണ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്തൊക്കെയോ തന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയോ വാശിയും കാര്യങ്ങളും ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് മുന്നേ ഉണ്ടായ കാര്യങ്ങൾ വെച്ചിട്ട്, അത് മനസ്സിൽ വെച്ചിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം അല്ലറ ചില്ലറ സംസാരങ്ങൾ, കുറേയധികം അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ, നിങ്ങളൊരു നിസ്സഹായ അവസ്ഥയിലാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഐ തിങ്ക് ഈ വ്യക്തിയെ നിങ്ങൾക്ക് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നിങ്ങൾ ഓരോന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കണം. അത് ആ വ്യക്തി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യണം. ഞാനീ പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരാൾ പേഴ്സൺ റെഡി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ആഷിക്ക് ഫുൾ പോസിറ്റീവാണ് പറയുന്നത്. ഒരു റീഡിങ് എടുത്തിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയാൻ പറ്റുന്നില്ല, ഞാൻ ഇന്ന് ഫുള്ളിരുന്ന് നെഗറ്റീവാണ് പറഞ്ഞത്, സെക്കൻഡ് ബൈലൊക്കെ ഫുള്ള് കിട്ടിയ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് മാത്രം പറയരുത്, നെഗറ്റീവ് കൊണ്ട് പറയണമെന്ന്. കാരണം അവർക്കത് പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ്, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ചില റിലേഷൻഷിപ്പ് സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്, ഒരു സ്റ്റേബിളായിട്ട് പോകുന്ന കുറച്ചധികം ആൾക്കാരുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഒരു മാനിപ്പുലേറ്റീവ് സിറ്റുവേഷൻ, അതുപോലെ തന്നെ ഫ്ലേട്ടിങ്, ഭയങ്കരമായിട്ടുള്ള ഫ്ലേട്ടിങ് അറിയാമെന്നുള്ള ആളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ആരെയും പെണ്ണുങ്ങളെ കയ്യിലെടുക്കാൻ പറ്റും, ആണുങ്ങളെ കയ്യിലെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഉള്ളൊരു എനർജി ഉള്ള ആളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പിന്നെ എസ്പെഷ്യലി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും, നിങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും,
ഈ റീഡിങ്ങിനെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു റീഡിങ് ഇടുന്നെന്നുണ്ടെങ്കിൽ ഞാൻ റിലേഷൻഷിപ്പിനെക്കാളും ഇടുന്ന റീഡിങ് നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ പറ്റും, അങ്ങനത്തുള്ള റീഡിങ്ങാണ് ഞാൻ മാക്സിമം ഇടുന്നത്. കാരണം നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവട്ടെ, നിങ്ങളെ മനസ്സിലാക്കി പോട്ടെ എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് കുറേയധികം സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഈ റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് നിങ്ങളെ അടുത്ത് വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു കാർമികമായിട്ടുള്ള ബന്ധം ഒരാളൊരു 5 വർഷം കിടന്ന് അനുഭവിക്കുകയാണ്. ഒരു 5 വർഷം കിടന്നൊരു റിലേഷൻഷിപ്പിൽ കിടന്ന് ഭയങ്കരമായിട്ടും അനുഭവിച്ച് ജെനുവിനായിട്ട് ആ വ്യക്തിയുടെ മനസ്സ് കൊടുത്തൊരു വ്യക്തിനെ പ്രണയിക്കുകയാണ്. ഇത് കാണുന്ന യൂണിവേഴ്സ് മാനിപ്പുലേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ വ്യക്തി സന്തോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ടൈം എന്ന് പറയുന്ന സാധനമുണ്ട്, സമയം. ഈ സമയം, സിറ്റുവേഷൻസ്, ഇത് രണ്ട്, ടൈം, സമയം, സിറ്റുവേഷൻസ്, കാലചക്രം, ഇത് മൂന്നിനെയും ട്രസ്റ്റ് ചെയ്യുന്ന, അല്ല ഇതിനും ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളെയും ട്രസ്റ്റ് ചെയ്യേണ്ട, ഒന്നും വേണ്ട, ഗോവത്തിൻ്റെ ഫ്ലോയിലങ്ങ് പോയാൽ മതി. ഇത് മൂന്നും കണക്ക് ചോദിക്കും, കാലം കണക്ക് ചോദിക്കും. നിങ്ങൾ പലതും മറക്കും, ബട്ട് കാലം കണക്ക് ചോദിക്കുന്ന ഓരോന്നും വരും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ പെയിൻ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് റിട്ടേൺ തിരിച്ച് വരാൻ തുടങ്ങും. നിങ്ങൾക്കപ്പം ഒരു ഇഷ്ടവും തോന്നത്തില്ല, നിങ്ങളുടെ മനസ്സ് ടോട്ടലി യൂണിവേഴ്സ് ചേഞ്ച് ആക്കും. കാരണം ഇത് കർമ്മ ജനറേറ്റഡ് ആണ്. ഇത് കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നിങ്ങൾ തിരിച്ച് കൊടുക്കുന്നൊരു ദിവസം വരും, നിങ്ങൾ കൊടുക്കുന്ന സാധനം നിങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം വരും. അപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങളെ ഭയങ്കരമായിട്ടും നെഗറ്റീവും പോസിറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഓക്കെ, അപ്പം ഞാനിവിടെ നിങ്ങളടുത്ത് പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ തന്നെയാണ് നിങ്ങൾ കൂടുതലും ട്രസ്റ്റ് ചെയ്യാനുള്ള, നിങ്ങളെ തന്നെയാണ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. നിങ്ങളുടെ ലിസൺ യുവർ ഇൻറ്റ്യൂഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ലിസൺ യുവർ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഈ സമയം ഡിപ്രഷൻ അടിച്ച് നിൽക്കുന്ന, സ്ട്രെസ്ഫുള്ളായിട്ട് അടിച്ച് നിൽക്കുന്ന, ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും ഈ കാണുന്ന വീഡിയോ ഭയങ്കരമായിട്ടും യൂസ്ഫുള്ളാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ അത്രയും സൈക്കിക് എനർജി ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ഞാനിവിടെ പറയുമ്പോൾ തന്നെ എൻ്റെ എനർജി ഇവിടെ നിന്ന് എരിഞ്ഞെരിഞ്ഞ് പോകുന്നുണ്ട്, ബട്ട് അതെനിക്കൊരു പ്രശ്നമല്ല. ഓക്കെ, ഞാൻ യൂണിവേഴ്സലിൻ്റെ എനർജി സ്വീകരിക്കാം, നിങ്ങൾക്ക് അതുവഴി എനർജി കിട്ടണമെങ്കിൽ എനർജി കിട്ടിക്കോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, നിങ്ങൾക്കൊരു ധൈര്യം കിട്ടും, നിങ്ങൾക്ക് എവിടെ നിന്നോ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവും. ഓക്കെ, ഒരു മാക്സിമം എന്താ പറയുക, നിങ്ങൾക്കൊരു ഒരു എബിലിറ്റി ഉണ്ടാവും. ഡിവൈൻ നിങ്ങളെ കൈവിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ടിരുത്തി ഈ കാര്യങ്ങളൊന്നും പറയത്തില്ല. ഡിവൈൻ നിങ്ങളെ കൈവിടത്തില്ല. ഓക്കെ, ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അപ്പം പല മനുഷ്യന്മാരുടെ രൂപത്തിലും പല സിറ്റുവേഷൻസിലൊക്കെ ആയിരിക്കും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ആൻസറായിട്ടൊക്കെ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഒരു ഭയങ്കരമായിട്ടുള്ള മനസ്സിനുടമയ്ക്ക് ആ വ്യക്തി എവിടെ എങ്ങനെ എത്ര സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാലും ആ വ്യക്തിയുടെ ലൈഫിൽ കോടിക്കണക്കിനുള്ള, അല്ലെങ്കിൽ ഒരു ടൈം കാലചക്രം മാറി കിടങ്ങുന്ന സമയത്ത് ഈ വ്യക്തി ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കും. ഞാൻ പറയുന്ന സെക്കൻഡ് പേര് സ്വീകരിച്ച് അല്ലെങ്കിൽ സെക്കൻഡ് പേര് ചൂസ് ചെയ്ത ആൾക്കാരുടെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളടുത്തൊരു ജസ്റ്റ് ഒരു കാർഡ് എടുത്ത് കാണിച്ചു തരാം. ഇതൊരു ചെറിയ തീയിൽ നിന്നും സൂര്യനെ തേടി പോകുന്നതാണ്. അപ്പം അനുഭവിക്കാനുള്ള എല്ലാം അനുഭവിച്ചു, സിറ്റുവേഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള എല്ലാം മാനിപ്പുലേഷനായി. അപ്പം ഇവിടം തൊട്ട് ടൈം ചേഞ്ചാണ് നിങ്ങളുടെ. ഇനി ഈ സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും റിലേഷൻഷിപ്പൊക്കെ ഇനി മാറാൻ പോകുന്നൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ടൈം ലൂപ്പ്, അതിന് അടുത്തൊരു ടൈം ലൂപ്പിലേക്ക് മാറുന്നൊരു സിറ്റുവേഷൻ. നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസ്, കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് വരാണ്ട്. നിങ്ങളെ കരിയർ കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. ഓക്കെ, കുറേയധികം ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടാകും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി കുറച്ചധികം ഫ്ലേട്ടിംഗ് ആയിട്ടാണ് കാണുന്നത്. ആ വ്യക്തിയുടെ കാര്യം നോക്കിയിട്ടാണ് പോകുന്നത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. അപ്പം നിങ്ങളെ കാര്യം നോക്കി പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കുറേയധികം ടൈം കളഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി മറക്കാണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സ് അത്ര നല്ല മനസ്സാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരും എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിധിയൊക്കെ കാണിക്കുന്നുണ്ട്, നിധി. അപ്പം ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് അത്രയും കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ
നിൽക്കേണ്ട രീതിക്ക് അല്ലെങ്കിൽ നിർത്തേണ്ട രീതിക്ക് റിലേഷൻഷിപ്പിനെയൊക്കെ നിർത്താൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് വാല്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും അതിനനുസരിച്ച് സ്വീകരിച്ച് പൊയ്ക്കോളും എന്നാണ് കാണിക്കുന്നത്. ഈ ടൈമിൽ നിങ്ങളടുത്ത് വരുന്ന കുറേയധികം ആൾക്കാരുണ്ടാവും. സെക്കൻഡ് ബൈൽ നിങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങളെ ഇഷ്ടപ്പെട്ട് അഭിനയിച്ച് നിൽക്കാൻ പറ്റുന്ന കുറേയധികം ആൾക്കാർക്ക് നിങ്ങളെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചോണം. അതിൻ്റെ ഇതിലില്ലെങ്കിൽ പോലും അതെനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണായിട്ട് താല്പര്യം ജസ്റ്റ് കോൺടാക്ട് ചെയ്യണം. ഓക്കെ ബൈ. ടാറ്റ. അടുത്ത വീഡിയോയിട്ട് കാണാം. ബൈ.